ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് കോഴ നിധേരി മറുകര ജോസഫ് വിൻസെന്റിന്റെ വീടിനോട് ചേർന്നുള്ള പുകപ്പുരയിൽ വൻ തീപിടുത്തമുണ്ടാവുന്നത്. മറുകര ജോസഫിന്റെ ബന്ധുവിന്റെ ചങ്ങനാശ്ശേരിയിലുള്ള വീട്ടിൽ കയറിത്താമസവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു. വീട്ടിലെ പണിക്കാർ മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. കടുത്തുരുത്തിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം 1.5 മണിക്കൂറിലധികം കഠിന പ്രയത്നം നടത്തിയാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. ഫയർഫോഴ്സ് സംഘം വാഹനത്തിലെത്തിച്ച 1 ടാങ്കർ വെള്ളം മുഴുവൻ ഉപയോഗിച്ചുവെങ്കിലും ആളിക്കത്തിയ തീയണയ്ക്കാൻ കഴിഞ്ഞില്ല. തീപിടുത്തമുണ്ടായതിന്റെ സമീപത്ത് തന്നെ കിണറുകളും കുളങ്ങളും മോട്ടോറുകളും ഉണ്ടായിരുന്നുവെങ്കിലും വീട്ടിൽ ആളില്ലാതിരുന്നതിനാലും വൈദ്യുതി ഓഫ് ചെയ്തിരുന്നതിനാലും ആദ്യഘട്ടത്തിൽ വൻ പ്രയാസം അനുഭവപ്പെടുകയുണ്ടായി. പിന്നീട് വീട്ടുകാരെത്തി വൈദ്യുതി ലൈൻ ഓൺ ചെയ്ത് വെള്ളമെത്തിച്ചാണ് വീണ്ടും ഫയർഫോഴ്സ് സംഘം തീയണയ്ക്കാൻ ആരംഭിച്ചത്. പുകയ്ക്കാനിട്ടിരുന്ന ഷീറ്റുകളിൽ നിന്ന് തീ ആളിപ്പടർന്നതോടെ തീ നിയന്ത്രണ വിധേയമല്ലാതായി തീരുകയായിരുന്നു. കുറവിലങ്ങാട് നിന്നും മരങ്ങാട്ടുപള്ളിയിൽ നിന്നും വൻ പോലീസ് സംഘവും സംഭവസ്ഥലത്തെത്തിയിരുന്നു. പുകപ്പുരയുടെ 2 നിലകളിലായി സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ റബ്ബർ ഷീറ്റുകളാണ് തീപിടുത്തത്തിൽ കത്തിനശിച്ചിരിക്കുന്നത്. കെട്ടിടത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.